എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ കൃപാവരത്താൽ ഈ ആൾത്താരെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിനോർത്ത് പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ പേര് ജിജു കുര്യാക്കോസ് ലൂക്കാച്ചൻ. ഞാൻ മൂവാറ്റുപുഴ കലൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ 22 കൊല്ലമായിട്ട് ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് 22 കൊല്ലത്തിൽ 11 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു ബിസിനസ് റൺ ചെയ്യുവാണ്. ഞാൻ ആ ബിസിനസ് തുടങ്ങി ഞാൻ കൃപാസനത്തിൽ ആദ്യമായിട്ട് കാലുകുത്തുന്നത് 2022 ജൂൺ 21 തീയതിയാണ്. അതിന് 6 മാസം മുമ്പ് ഞാൻ വന്നിരുന്നു. ഇവിടെ വന്നപ്പോൾ അന്ന് കോവിഡ് കാരണം ഇവിടുത്തെ ഗേറ്റും ബാക്കിയെല്ലാം ലോക്കായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് കൃപാസനത്തെക്കുറിച്ച് ഒന്നും അറിയത്തുണ്ടായിരുന്നില്ല. ഞാൻ അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം കൃപാസനത്തിൽ അങ്ങനെ ശുശ്രൂഷകളൊന്നും നടക്കുന്നില്ല. ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. എന്നിട്ട് ആർത്തിങ്കൾ പള്ളി പോയി ഒരു കുർബാനയും കണ്ട് വീട്ടിൽ പോയി. അതിനുശേഷം 2ാം പ്രാവശ്യം ഞാൻ വന്നതാണ് ജൂൺ 21 തീയതി. എല്ലാവരെ പോലെ ഞാനും വന്നു. എനിക്ക് പ്രത്യേകിച്ച് ഉടമ്പടി എടുക്കാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. വന്നപ്പോൾ ആ സെക്യൂരിറ്റി ചേട്ടൻ ലൈനിൽ നിൽക്കാൻ പറഞ്ഞു. ഞാൻ ലൈനിൽ നിന്നു. അവിടെ കൗണ്ടറിൽ വന്നപ്പോൾ കൗണ്ടറിലുള്ള ചേട്ടൻ മൊബൈൽ നമ്പർ ചോദിച്ചു. മൊബൈൽ നമ്പർ കൊടുത്തു. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം കോവിഡിന് ഇവിടെ വരുന്നവരുടെയൊക്കെ നമ്പറും ഡീറ്റെയിൽസ് എടുക്കുന്നത് മാത്രമാണ്. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത് ഉടമ്പടി എടുക്കാനുള്ള ടോക്കണാണ് എനിക്ക് കിട്ടിയിരുന്നുള്ളത്. പിന്നെ മുകളിൽ പോയി ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ മൊബൈൽ സൈലൻറ്റ് മോഡിലാണ് ഇട്ടിരുന്നത്. ഉടമ്പടി ക്ലാസ് മുഴുവൻ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം പ്രേക്ഷിതം വന്ന് പറഞ്ഞു, നമ്മൾ യൂട്യൂബ് എടുത്തു, ജോസഫ് അച്ഛൻ്റെ കൃപാസനം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. ഞാനിവിടെ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ബിസിനസ് റണ്ണിങ് ചെയ്യുമെന്ന് പറഞ്ഞു. ബിസിനസ് വളരെ ഡ്രോപ്പിലായിട്ട് നിന്നിരുന്നത്. അപ്പം ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊളീക്കോണിയും പ്ലാൻ ചെയ്തു, നമുക്ക് ബെറ്റർ ഫെസിലിറ്റിയിലോട്ട് മാറാം. അതിനുവേണ്ടി ഞങ്ങൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി അന്വേഷിച്ചു. പക്ഷെ ഞങ്ങൾക്കൊന്നും ഉചിതമായ രീതിയിൽ ഒന്നും നമ്മുടെ കയ്യിൽ കിട്ടിയില്ല. ഞാനിവിടെ വന്ന് ഈ പ്രേക്ഷിതൻ എൻ്റെ അടുത്ത് മൊബൈലെടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പോയി നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ വേറൊരു കൂട്ടുകാരൻ കുറച്ച് ഫോട്ടോസും കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് വേറൊരു സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടി എല്ലാം എടുത്ത് തിരിച്ചുപോയി. ഞാൻ അദ്ദേഹത്തെ ആ സ്ഥാപനത്തെ പോയി കണ്ടു, അവരോട് സംസാരിച്ചു. നമുക്കെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. നമ്മളെ സ്ഥാപനം നമ്മുടെ പേരിലോട്ട് അക്യൂർ ചെയ്തു. അതിനുശേഷം ഒരു പുതിയ സ്ഥാപനം നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ഒത്തിരി ഫിനാൻഷ്യൽ ഉണ്ട്. ഫിനാൻഷ്യലി ആ സമയം വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയമാണ്. എന്നിരുന്നാലും ഒരാളുടെ കയ്യിൽ നിന്ന് പോലും 1 രൂപ പോലും കടം മേടിക്കാതെ എനിക്ക് ആ കംപ്ലീറ്റ് ഫെസിലിറ്റി എനിക്ക് ഫർണിഷ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. എനിക്ക് കിട്ടാനുണ്ടായിരുന്ന കുറേ പൈസകൾ എനിക്ക് ആ സമയത്ത് തരാനുള്ള ആളുകൾ 1 by 1 ഞാൻ പോലും അറിയാതെ എൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ വന്നുകൊണ്ടിരുന്നു. അത് പ്രത്യേകിച്ച് മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ സ്ഥിരം പറയുന്നുള്ളത് പോലെ ഇവിടെ വരുന്ന എല്ലാവർക്കും മാതാവിൻ്റെ ടച്ച് മനസ്സിലുണ്ടാവും. അതേപോലെ അത് മാതാവിൻ്റെ ബ്ലെസ്സിങ് കിട്ടിയതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ ബിസിനസ് ഞാൻ നോക്കുമ്പോൾ ഞാൻ അതിനെ 3 ഫേസായിട്ടാണ് കാണുന്നത്. കൃപാസനത്തിൽ വരുന്നതിന് മുമ്പുള്ള ഫേസ്, കൃപാസനത്തിൽ വന്ന് 2024 ജപമാല റാലി വരെയുള്ള ഫേസ്, ജപമാല റാലിക്ക് ശേഷമുള്ള ഫേസ്. വന്ന ഉടമ്പടി എടുത്ത് ജപമാല റാലി കഴിഞ്ഞ കൊല്ലം 2024 ജപമാല റാലി ഞാൻ അറ്റൻഡ് ചെയ്തത്. അതുവരെ എനിക്ക് വർക്കുകളുണ്ട്, പക്ഷേ എല്ലാം കറക്റ്റ്, നമുക്ക് അധികം പ്രോഫിറ്റില്ല, ലോസ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ജപമാല റാലി, കഴിഞ്ഞ കൊല്ലത്തെ ജപമാല റാലി ഞാൻ വന്ന് അറ്റൻഡ് ചെയ്തു. ഇവിടെ നിന്ന് ആർത്തുങ്കൽ പള്ളി വരെ ഞങ്ങൾ നടന്നു. ആർത്തുങ്കൽ പള്ളി ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി, ദൈവമേ, ഞാൻ എന്തോ വലിയൊരു കാര്യം ചെയ്തു, എനിക്ക് ഇവിടെ നിന്ന് അവിടെ വരെ എത്താൻ പറ്റിയല്ലോ. ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് ഓട്ടെ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ അപ്പച്ചനും അമ്മച്ചിയോട് സംസാരിച്ചു. അന്നേരമാണ് ഞങ്ങൾ ഞെട്ടിച്ച ഒരു ഇത് വന്ന്, അവർ കാസർഗോഡ് നിന്ന് കഴിഞ്ഞ 4 വർഷമായിട്ട് ജപമാല റാലി അറ്റൻഡ് ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് വളരെ എൻ്റെ ഇന്നറിൽ വളരെ തോട്ട് വന്ന സംഭവമാണ്. കാരണം ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഇവിടെ വരാൻ 2 മണിക്കൂർ പോലും സമയം വേണ്ട. ആ 2 മണിക്കൂറുള്ള ഞങ്ങൾക്ക് വരുന്ന ഒരു പ്രാവശ്യം ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. കാസർഗോഡുള്ള ആൾക്കാർ 4 വർഷം, അതൊരു അപ്പച്ചനും അമ്മച്ചിയുമാണ്. അവർ കഴിഞ്ഞ 4 വർഷം ഞങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ അവരിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു പോസിറ്റീവ് വൈബുണ്ട്. അത് ശരിക്കും എൻ്റെ ഹൃദയത്തെ നന്നായിട്ട് സ്പർശിച്ച ഒരു സംഭവമാണ്. ജപമാല റാലിക്ക് ശേഷം ബിസിനസ്സുകൾ ഞാൻ എല്ലാ ദിവസവും മാതാവായിട്ട് നമ്മൾ പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടമ്പടി ധ്യാനങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഞങ്ങളുടെ ഒരു സിസ്റ്റം എന്ന് വെച്ച് രാവിലെ എഴുന്നേൽക്കുക, ഉടമ്പടി പ്രാർത്ഥന ചെല്ലുക. മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് നമ്മൾ ഉപ്പ് കൊടുത്തിട്ടാണ് വിടുന്നത്. ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്തും ഞാൻ ഉപ്പും തൈലവും പുരട്ടും, അതുകൂടാതെ മാതാവിൻ്റെ കാസ്റ്റ്യൂമും എല്ലാം എൻ്റെ പേഴ്സിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ 2024 ഞാൻ ചെയ്ത വർക്കിൻ്റെ ഇപ്പോൾ 2025 പകുതിയായിട്ടേ ഉള്ളൂ. മോർ ദാൻ 4 times ഞങ്ങളുടെ കമ്പനി ഇപ്പോൾ പ്രോജക്ട്സ് ഗെയിൻ ചെയ്തിട്ടുണ്ട്.
അത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നടന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഏത് പ്രോജക്റ്റ് നമുക്ക് കിട്ടിയാലും എനിക്ക് യാതൊരുവിധ അഹങ്കാരം എൻ്റെ മനസ്സിൽ വരാറില്ല. ഞാൻ ആ പ്രോജക്റ്റ് അതിൻ്റെ കോൺട്രാക്റ്റ് എടുത്ത് ടേബിളിൽ വയ്ക്കും, മാതാവിൻ്റെ കാസ്റ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ വയ്ക്കും, കുറച്ച് നേരം പ്രാർത്ഥിക്കും. അതിനുശേഷം ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്യും, എനിക്ക് എന്തെങ്കിലും ഇന്നർ തോട്ട്സ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി. ഏതെങ്കിലും രീതിയിലുള്ള ഇന്നർ തോട്ട്സ് വരുവാണെങ്കിൽ ഞാൻ അത് ചെയ്യത്തില്ല. അതല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്നു. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് എല്ലാ വർക്കുകളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ ആത്മീയ ജീവിതത്തിൽ പറയുവാണെങ്കിൽ ബൈബിൾ വായന ശക്തമായി മുന്നോട്ട് പോകുന്നു. ബൈബിൾ വായിക്കുമ്പോൾ പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് വരുന്നത്. രണ്ട് പ്രാവശ്യം ഞാൻ ബൈബിൾ ഫുൾ വായിച്ചു കഴിഞ്ഞു. ഈ 2 പ്രാവശ്യം വായിച്ച് 3-ാമത്തെ പ്രാവശ്യം വായിക്കുമ്പോഴും ഞാൻ ആദ്യം വായിച്ച അറിവല്ല എനിക്ക് വരുന്നത്. രണ്ടാമത്തെ വേറെ രീതിയിലുള്ള അറിവുകളാണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത്. അതേപോലെ തന്നെ എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. കുമ്പസാരത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമൊക്കെ എല്ലാ 2 ആഴ്ച മുമ്പ് കുമ്പസാരിക്കുക എന്ന് മാത്രമേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. ഒരു പ്രാവശ്യം കുമ്പസാരിക്കാൻ വേണ്ടി കയറിയ സമയത്ത് അച്ഛൻ എന്നോട് ചോദിച്ചു, ഞാൻ എൻ്റെ പാപങ്ങൾ പറയുന്നതിന് മുമ്പ് അച്ഛനോട് ചോദിച്ചു, 1 മിനിറ്റ് നിർത്ത്, കഴിഞ്ഞ പ്രാവശ്യം ചെല്ലിയ പാപങ്ങൾ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, അച്ഛോ ഓർമ്മയില്ല. അച്ഛൻ തന്ന പ്രാശ്ചിത്വം എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിന് ഈ പ്രാവശ്യം നമ്മൾ പാപം ബഹിഷ്കരിച്ച് എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു അറിയില്ല അച്ഛോ. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ കുമ്പസാരക്കൂട്ടി വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പാപത്തിൽ നിന്ന് ഏതൊക്കെ പാപമാണ് നമ്മൾ മാറിയിരിക്കുന്നത്, ഏതൊക്കെ പാപമാണ് നമ്മൾ അതിൻ്റെ അറ്റ്ലീസ്റ്റ് ക്വാളിറ്റിയും കുറച്ചിരിക്കുന്നത്, അതാണ് നമ്മൾ ഫസ്റ്റ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അല്ല, അത് ശരിക്കും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കുമ്പസാരത്തിൽ എനിക്കത് വളരെ ഇന്നർ തോട്ടാണത്. എല്ലാ പ്രാവശ്യവും പോയി സെയിം പാപം പറയുന്നതിൽ വളരെ ബുദ്ധിമുട്ട് ഇപ്പം എനിക്ക് ചില സമയത്ത് റിപ്പീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനോടും പറയാറുണ്ട്, അച്ഛോ ഇത് റിപ്പീറ്റഡ് പാപമാണ്, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല. അതേപോലെ തന്നെ ഞങ്ങൾ പത്രങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ തന്നെയാണ് പത്രം ഡിസ്ട്രിബ്യൂട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ തന്നെയല്ല, ഞാനും എൻ്റെ 2 മക്കളും എൻ്റെ ഭാര്യ എല്ലാവരും ഞങ്ങളൊരു ഫാമിലി ആയിട്ടാണ് കൊടുക്കുന്നത്. മക്കളുടെ കയ്യിൽ നിന്ന് പത്രം മേടിക്കാൻ അവിടെയുള്ള ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നേക്കാൾ ഒരു കൊച്ചു വന്ന് പത്രം കൊടുക്കുമ്പോൾ അവരാ മോൻ്റെ കയ്യിൽ ഇടയ്ക്ക് ബ്ലെസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പത്രങ്ങൾ സ്വീകരിക്കും. ഇതേപോലെ തന്നെ എൻ്റെ കുടുംബത്തിന് ദൈവം ഒത്തിരി പറഞ്ഞാൽ ഇത് ചെയ്യാത്തത്തോളം ബ്ലെസ്സിങ്സ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാൻ വേണ്ടി ഇവിടെ ആലപ്പുഴയുള്ള ഒരു സിസ്റ്റേഴ്സ് നടത്തുന്നൊരു പാരൻസ് ഇല്ലാത്തൊരു സ്പെഷ്യലി എയ്ഡഡ് സ്ഥാപനമുണ്ട്. അവിടെ നമ്മൾ ചാരിറ്റി കൊടുക്കുന്നുണ്ട്. ആരും നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ നാളെ തിരിച്ചു പോവുകയാണ്. എനിക്ക് പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു.